കർണാടകയിൽ ഇസ്രായേലി വനിതയായിട്ടുള്ള 27-കാരിയെ അതിക്രൂരമായിട്ട് ഒരു കൂട്ടം ആളുകൾ അജ്ഞാതർ ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വിദേശികളായിട്ടുള്ള പല ടൂറിസ്റ്റുകൾക്കും പലപ്പോഴായിട്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ആക്രമണങ്ങൾ നേരിടുന്ന സമയത്തൊന്നും ഇവിടുത്തെ ജനങ്ങൾ ആരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ അതിൽ ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന ഒരു കലാപരിപാടിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സുഡാപ്പി ഭീകരന്മാരായിട്ടുള്ള ആളുകൾ കർണാടകയിൽ ഈ ഒരു വനിതയെ ക്രൂരമായിട്ട് ഒരു കൂട്ടം ആളുകൾ ബലാത്സംഗം ചെയ്ത വിഷയത്തിൽ വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇവന്മാരൊക്കെ ഒരു മാനസികാവസ്ഥ. ഇവർക്ക് എത്രത്തോളം വലിയ രീതിയിൽ ഈ പറയുന്ന രാജ്യത്തോടും അവിടുത്തെ ജനങ്ങളോടും വൈരാഗ്യം ഉണ്ടാകാൻ എന്താണ് കാരണം? ഇതിലൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, മതഭ്രാന്ത് തലക്ക് പിടിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇസ്രായേലിൽ പോലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഗാസയിലെ ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, സമാധാനം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ പല ആളുകളും പല സംഘടനകളും അവിടുത്തെ സർക്കാരിന് നേരെ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധിച്ചിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരതിന് മാറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താണ്? ഇതാണ് അവസ്ഥ. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കുന്ന സമയത്ത് അതിലൊരാളാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണെങ്കിലോ ഈ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ അതൊന്നുമല്ല, ഇസ്രായേലി ആയാൽ മതി. ഇവർക്ക് പാകിസ്ഥാനിലെ ജിഹാദി ഭീകരവാദികളുടെ മാനസികാവസ്ഥയാണ്. പാകിസ്ഥാനിലെ ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് പൂർണ്ണമായിട്ടും അതിൽ കൈയടിച്ച് ആഹ്ലാദിക്കുക, പടക്കം പൊട്ടിക്കുക, ഇതാണ് ഇവന്മാരുടെ പരിപാടി. അപ്പൊ ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള സുഡാപ്പി ഭീകരന്മാർക്കുള്ള ഒരു സ്വഭാവം. കഴിഞ്ഞ ദിവസമാണ് 5 പേരടങ്ങിയ ഒരു സംഘം, 5 പേരുടെ സംഘം വെച്ചാൽ ഈ ഇസ്രായേൽ വനിതയടക്കം ബാംഗ്ലൂരിൽ നിന്ന് 350 കിലോമീറ്റർ ദൂരെയുള്ള കൊപ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത്. ഒരു കൂട്ടം ആളുകൾ വന്ന് ആദ്യം പെട്രോൾ ചോദിച്ചു, അതില്ലായിരുന്ന സമയത്ത് 100 രൂപ ചോദിച്ചു. എന്നിട്ട് ഇത് കൊടുക്കാത്തതിന്റെ പേരിലുണ്ടായ അടിപിടിയിലും സംഘർഷത്തിലും അതിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൂട്ടത്തിൽ ഇസ്രായേലി വനിതയടക്കം 2 വനിതകളെ കൂടി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇവർ ബലാത്സംഗം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു കനാലിലേക്ക് തള്ളിയിടുക എന്നുള്ള ഒരു നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അക്രമികൾ ആരാണെങ്കിലും അവിടുത്തെ പോലീസ് നടപടിയെടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു അധികാരത്തിലേക്ക് ചവിട്ടുപടിയായിട്ട് കയറിയ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിജയത്തോടനുബന്ധിച്ച് പറഞ്ഞൊരു പ്രസ്താവനയാണ് സ്നേഹത്തിന്റെ കട തുറന്നു എന്നുള്ളത്. ഈ സ്നേഹത്തിന്റെ കട തുറന്നു എന്നുള്ള ആളുകൾക്ക് ഇസ്രായേൽ വനിത ആക്രമിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് അപലപിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയില്ല. കാരണം അപലപിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? ജിഹാദികൾ എതിരാവും. കാരണം ആര് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോഴാണ് ഇവർ അപലപിക്കുന്നത്? അത് ഇസ്രായേൽ വനിതയാണ്. ഇസ്രായേൽ വനിതയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആഹ്ലാദിച്ചേ മതിയാകൂ. കാരണം അതെന്ന് ഈ കോൺഗ്രസിനെ അധികാരത്തിലെത്താൻ വേണ്ടി ഒരുപാട് സുഡാപ്പികളുടെ വോട്ട് സസംഘടിതമായിട്ട് തന്നെ കർണാടകയിൽ അവർ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. അപ്പൊ ഇതാണ് ഈ പറയുന്നവരുടെ അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ ഇവരിടുന്ന കമന്റുകൾ, ചിരിച്ചുകൊണ്ടുള്ള ഇമോജികൾ, അല്ലെങ്കിൽ ഇവരിടുന്ന എന്താ പറയാ, ഇത് ഈശ്വരൻ കൊടുക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ സൈന്യം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ കയറി ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഇറാനിലൊക്കെ കയറി ചെയ്യുന്ന കാര്യം കണ്ടിട്ട് അതുകൊണ്ട് ഈശ്വരൻ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ തന്നെ നൽകുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിനൊക്കെ ഉപരിയായിട്ട് മതം എന്ന് പറയുന്നതിന്റെ തലക്ക് ഈ സാധനം കയറി പിടിച്ചിട്ട് ഇത് പൂർണ്ണമായിട്ടും ജിഹാദികൾക്ക് ഒരു സന്തോഷവും ആനന്ദവും തരുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും, അമേരിക്കയിൽ ഇപ്പോൾ ഒരു കാട്ടുതീ പടർന്ന സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ ജിഹാദികളുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി? എന്തായിരുന്നു? എല്ലാ ദിവസവും കാട്ടുതീ പടരുന്ന സമയം മുതൽക്ക് തന്നെ അത് ഈശ്വരൻ കൊടുത്തതാണ്, ഞങ്ങളുടെ ദൈവം കൊടുത്തതാണ്, ഈ കത്തൽ നിക്കല്ലേ നാഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ തരത്തിൽ നിരന്തരമായിട്ട് നടത്തിയ ഓരോ കോപ്രായങ്ങൾ. അപ്പോൾ ഇവന്മാരെ സംബന്ധിച്ച് ഇന്ത്യ ഇസ്രായേലിനെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇന്ത്യക്ക് ഒരുപാട് ആയുധപരമായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ ആയുധപരമായിട്ടുള്ള കച്ചവടവും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ട്. ഇത് കപ്പൽ മുഖേന ഇസ്രായേലിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഈ ജിഹാദി ഗ്രൂപ്പുകളുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകൾ ആർക്ക് വേണ്ടിയിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യും?
ആർക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുക? പരസ്യമായിട്ട് പറയാം, ഇവർ ഈ രാജ്യത്തിനെതിരെ നിലകൊള്ളും. അപ്പോൾ ജിഹാദി ഗ്രൂപ്പുകളെ നിസ്സാരമായിട്ട് നിലക്ക് നിർത്തേണ്ടത് ഏത് സർക്കാരിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കർണാടകയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രാവശ്യം, ഇപ്പോൾ കർണാടകയിലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കന്മാരും ഇന്ന് തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവർ കിടക്കുന്നതിന് മുന്നോടിയായിട്ട് കർണാടകയിൽ ഒരു കൃഷ്ണാഷ്ടമി ദിനത്തിൽ സംഭവിച്ച കാര്യമൊന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ഒരു 2021 ഒരു കോൺഗ്രസ് നേതാവിന്റെ, ഇതും കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്, കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ MLA, കോൺഗ്രസിന്റെ MLA ബാംഗ്ലൂരുള്ള ആളുടെ ഭാര്യയുടെ സഹോദരൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു ശ്രീകൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട്, ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ. അതിനിടയിൽ വന്ന് ശ്രീകൃഷ്ണൻ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജിഹാദി ഇട്ട കമന്റിൽ പുള്ളിക്കാരൻ ഒരു തിരിച്ചൊരു കമന്റ് ഇട്ടതിന്റെ പേരിൽ കർണാടകയിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന തലസ്ഥാന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള കലാപം പുറപ്പെട്ടു. ഈ കലാപം പുറപ്പെടുന്ന സമയത്ത് എന്താണ് ഇവർ ചെയ്തത്? അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളിലെ കടകളും സ്ഥാപനങ്ങളും മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പോലീസ് വാഹനങ്ങൾ ആക്രമിക്കുക, ഇതുപോലുള്ള കലാപരിപാടികൾ നിരന്തരമായിട്ട് നടത്തുക. അപ്പോൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ ജിഹാദികളുടെ ഭീകരാക്രമണം എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടത്. ഈ ഭീകരാക്രമണത്തിനെതിരെ അന്ന് 2001 അവിടെ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. BJP സർക്കാർ കൃത്യമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ മുഴുവൻ 196 പേരെയാണ് അന്ന് എടുത്ത് ജയിലിലേക്ക് ഇട്ടത്. അതിൽ SDP നേതാക്കന്മാരും പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ സംയുക്തമായിട്ട് ചെയ്ത കലാപരിപാടിയാണ്. ഇവരെല്ലാവരും ഈ ജയിലിൽ ആക്കപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ എന്നിട്ട് ഇവർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടില്ല. UAPA പ്രകാരമാണെന്ന് കേസ് എടുത്തത്. നമ്മൾ ചിന്തിക്കണം. UAPA പ്രകാരം SDPIക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്കെതിരെയും കൃത്യമായിട്ട് അന്ന് കേസെടുത്ത് കർണാടക പോലീസ്. ആ കർണാടക പോലീസിനെ കൊണ്ട് ഇന്ന് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്യിക്കുന്ന, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പരമേശ്വര കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞതാണ്, ബാംഗ്ലൂർ കലാപത്തിലെ കേസ് എഴുതി തള്ളാൻ പോവുകയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവരുടെ മാനസികാവസ്ഥ എന്താണ്? അപ്പൊ ബാംഗ്ലൂർ കലാപത്തിലെ കേസ് എഴുതി തള്ളിക്കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഭീകരവാദികൾ ജയിലിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങും. കാരണം കേസില്ലാത്ത വിഷയത്തിൽ ഞങ്ങൾ എന്തിനാണ് അകത്ത് കിടക്കുന്നത് എന്നുള്ള ചോദ്യം കോടതിയോട് ഈ ഭീകരവാദികൾ ചോദിക്കില്ലേ? അപ്പൊ ഇപ്പൊ അതിനെതിരൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ BJPയുടെ ഭാഗത്തും സംഘപരിവാറിന്റെ ഭാഗത്തും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായി. ഭീകരവാദികളെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന കലാപരിപാടി നയമാണിത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളെ എങ്ങനെ അടക്കി നിർത്താൻ സാധിക്കും? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കർണാടകയിൽ എത്ര സംഘപരിവാറിന്റെയും ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും അവിടെ ക്രൂരമായിട്ട് PFIക്കാർ കൊലപ്പെടുത്തി, നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കല്ല, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ രീതിയിൽ പല പ്രദേശങ്ങളിലും ഈ ഭീകരവാദികൾ കൃത്യമായിട്ട് ഭീഷണിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ മോദി സർക്കാർ നടപടിയെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് SDP പോലെയുള്ള സംഘടനകൾ നിരോധിക്കാൻ പാടില്ല, അത് ഭീകരവാദ സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നല്ലോ CPMന്റെയും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കന്മാർ നിരന്തരമായിട്ട് പറയുകയും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. കർണാടകയിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് കുമാർ, SDP ഭരിക്കുന്ന പഞ്ചായത്ത് പോലും ഉണ്ട് കർണാടകയിൽ. നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രദേശത്ത് ഇസ്രായേൽ വനിത ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആഹ്ലാദിക്കുകയാണ് ഈ ഭീകരവാദ കൂട്ടങ്ങൾ. നമ്മൾ ചിന്തിക്കണം എത്രത്തോളം ഭീകരമായിട്ടുള്ള നിലപാടിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ഒരു ഭരണ സംവിധാനം, ഒരു സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനം മാറുന്നതെന്ന് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.